പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനും സർവാധിപനും അത്യുന്നതനുമായ എൻ്റെ ദൈവമേ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേ വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. അവിടുന്ന് വിട്ടുപിരിയാതെ വണ്ണം ഞങ്ങളോടൊപ്പം കൂടെ ആയിരിക്കണമേ. അഗ്നിയായി ഞങ്ങളിൽ ഇറങ്ങി വരണമേ. തീജ്വാലയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ. കൊടുങ്കാറ്റായി ഞങ്ങളിൽ വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. ഈശോനാഥ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. പാപികളായ മനുഷ്യമക്കളെ വീണ്ടെടുക്കുവാൻ സ്വന്തം ജീവൻ നൽകി എൻ്റെ ഈശോയെ അങ്ങേ സ്തുതിക്കുന്നപ്പ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആരാധിക്കുന്നു. യേശുനാഥ, ഞങ്ങൾക്കിന്നൊരു ദിവസം തന്ന് അനുഗ്രഹിക്കുകയും പ്രഭാതം മുതൽ ഈ തിരുമണിക്കൂർ വരെയും ദൈവാത്മാവിൻ്റെ സംരക്ഷണത്തിൽ നടത്തിയ വലിയ സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഭൗതികമായി തന്ന എല്ലാ നന്മകളെയും ഓർക്കുന്നു. ആപത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നൊക്കെയും സംരക്ഷിച്ച് നടത്തുന്ന ആ വലിയ കൃപയെ ഓർക്കുന്നു. നന്ദിയോടെ ആരാധിക്കുന്നു. അങ്ങേ സന്നിധിയിലായിരുന്നു പ്രാർത്ഥിപ്പാനും അനേകം സഹോദരങ്ങളെയും മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുവാനും തരുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഇപ്പോൾ ഞങ്ങളെയും മക്കളെയും കുഞ്ഞുമക്കളെയും കർത്താവിൻ്റെ വീണ്ടും വരവ് വരെയുള്ള ഞങ്ങളുടെ തലമുറകളെയും സഹോദരങ്ങളെയും സഹോദര കുടുംബാംഗങ്ങളെയും അവരുടെ മക്കളെയും തലമുറകളെയും ഒക്കെയും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെയും അവരുടെ കടഭാരങ്ങളെയും അവരുടെ രോഗാവസ്ഥകളെയും അവരുടെ എല്ലാ വേദനകളെയും അപ്പാ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ സമയം എൻ്റെ വാക്കുകളിൽ കൂടി ഈശോയെ കേൾക്കുന്നവരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയൊക്കെയും അവിടുത്തെ സന്നിധിയിൽ തരുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്നു മുതൽ 3 ദിവസം വരെ ഉപവാസത്തോടെ ആയിരുന്നു കൊണ്ട് നമ്മുടെ പരീക്ഷകൾ കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിലാണ്. അവർക്ക് നല്ല അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയും നല്ല പഠനം കിട്ടുന്നതിന് വേണ്ടി നല്ല ജ്ഞാനം കർത്താവ് കൊടുക്കുന്നതിന് വേണ്ടിയും ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ ഏഞ്ചൽ മേരി എന്ന 9 വയസ്സുള്ള ഒരു മകൾ ഇന്ന് മെഡിക്കൽ കോളേജിൽ ഒരവസ്ഥയിൽ കഴിയുകയാണ്. ആ കുഞ്ഞിനെ ഓർത്ത് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്നേ ദിവസം പ്രഭാതത്തിൽ തന്നെ ദിവ്യബലി സമർപ്പിച്ച് പരീക്ഷകൾ കഴിഞ്ഞ മക്കളെയും രോഗത്തിൽ കഴിയുന്ന ഏഞ്ചൽ മേരി എന്ന കുഞ്ഞിനെയും അതുപോലെ മറ്റു രോഗത്താൽ കഴിയുന്ന മറ്റു 2-3 പേർ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ് ആ സഹോദരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ രാവിലത്തെ പ്രാർത്ഥനയിലും വൈകുന്നേരത്തെ പ്രാർത്ഥനയിലും പള്ളിയിൽ പോകുമ്പോഴൊക്കെയും എല്ലാവരെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ ഞാൻ ചില കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരും കടഭാരത്താലും അവർക്ക് ജോലിയില്ലാതെയും ജോലിയിൽ നിന്ന് മടങ്ങി തിരിച്ചെത്തിയിട്ട് വേദനിക്കുന്നവരുണ്ട്. ഇവരെയൊക്കെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നുണ്ട്. ഒപ്പം നിങ്ങളെല്ലാവരെയും, എന്നെ കേൾക്കുന്ന നിങ്ങളും ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പ്രാർത്ഥിച്ചു വചനമെടുത്തു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നും 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. പ്രിയ സഹോദരങ്ങളെ, പ്രിയ മക്കളെ, പ്രപഞ്ചം സൃഷ്ടിച്ച കർത്താവ് നീതിമാനാണ്. അവിടുത്തെ മഹത്തായ പ്രവർത്തികൾ അളക്കാൻ ആർക്കും കഴിയുകയില്ല. 3-ാമത്തെയും 4-ാമത്തെയും വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: അവിടുത്തെ മഹത്വം പൂർണ്ണമായ ശക്തി തിട്ടപ്പെടുത്തുവാൻ ആർക്ക് സാധിക്കും? അവിടുത്തെ കാരുണ്യം വർണ്ണിക്കാൻ ആർക്ക് കഴിയും? അതെ, നമ്മുടെ സർവാധിപനായ ദൈവത്തിൻ്റെ മഹത്വം തിട്ടപ്പെടുത്തുവാൻ, അവിടുത്തെ മഹത്തായ പ്രവർത്തികൾ അളക്കുവാനോ നമുക്കെന്നല്ല, ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിനും കഴിയില്ല. സകലതും അവിടുത്തെ സൃഷ്ടിയാണ്. ദൈവം സൃഷ്ടിച്ച സകലത്തെയും നമുക്കാർക്കും തന്നെ അളക്കുവാനോ വിധിക്കുവാനോ കഴിയുകയില്ല. ഈ അധ്യായം വായിക്കുമ്പോൾ പൂർണ്ണമായും മനസ്സിലാക്കാം. 15-ാം വാക്യം മുതൽ പറയുന്നത് നാം ഒന്ന് മനസ്സിലാക്കണം. മകനെ, നിന്റെ സൽപ്രവർത്തികളിൽ നിന്ദ കലർത്തരുത്. സമ്മാനം നൽകുമ്പോൾ വേദനാജനകമായി സംസാരിക്കരുത്. ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകാൻ സാധിച്ചത്, നമ്മെ അന്വേഷിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായത്തിന് വന്നാൽ
നാം സഹായിക്കുന്നവരായിരിക്കും. പക്ഷെ കൂടെ എന്തെങ്കിലും രണ്ട് സംസാരിക്കുന്നവരും കാണും. ഇല്ല എന്ന് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ ദൈവവചനം പറയുന്നത്, ആർക്കെങ്കിലും നമ്മൾ സമ്മാനമായി നൽകുമ്പോൾ ആരെയും വേദനിപ്പിച്ചു കൊണ്ട് കൊടുക്കരുത്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി നാം ചെയ്യേണ്ടവരാണ്. അതുപോലെ ഇവിടെ 16-ാമത്തെ വാക്കിൽ പറയുന്നു, മഞ്ഞ് കഠിനമായ ചൂടിനെ കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ്. അതെ പ്രിയ സഹോദരങ്ങളെ, മഞ്ഞ് കഠിനമായ ചൂടിനെ കുറയ്ക്കുന്നു. അതുപോലെ നമ്മുടെ ഓരോ വാക്കും മറ്റുള്ളവർക്ക് വേദനാകരമാകാം, അവരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളുമാകാം. കഴിയുന്നതും നാം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ കൊടുക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെയാണ് നല്ല വാക്ക് പറയുമ്പോൾ അവർക്ക് സന്തോഷമായിരിക്കും. നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ്. നമ്മൾ കൊടുക്കുന്ന ദാനത്തിനേക്കാളും നല്ലതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു വാക്ക്. അത് ദൈവത്തിൻ്റെ നാമത്തിലായിരുന്നു കൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് ആ വാക്കുകൾ സംസാരിക്കുമ്പോൾ അത് അവർക്ക് സന്തോഷം നൽകുന്നതായിരിക്കാം. നമ്മെക്കാളും എളിയവരായിരിക്കാം നമ്മുടെ പക്കൽ സഹായത്തിനായി കടന്നു വരുന്നത്, ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ വാക്ക് ദൈവത്തെ നാം ഓർത്തുകൊണ്ട് നമ്മൾ അവരോട് സംസാരിക്കണം. അത് ദയയോടും കാരുണ്യത്തോടും ആയിരുന്നാൽ മഞ്ഞുരുകുന്നത് പോലെ അവരുടെ മനസ്സിലെ വേദനകൾ മാറിപ്പോകുമെന്നാണ് ദൈവവചനം പറയുന്നത്. നാം മറ്റുള്ളവരെ വിധിക്കുന്നതിന് മുൻപ് നാം നമ്മെ തന്നെ ഒരു നിമിഷം ഓർക്കുക. കാര്യം ഗ്രഹിച്ചതിന് ശേഷം മാത്രമേ നാം സംസാരിക്കാൻ പാടുള്ളൂ. ദൈവവചനത്തിൽ അപ്രകാരമാണ് പറയുന്നത്. 21-ാം വാക്കിൽ പ്രകാരം പറയുന്നു, വീഴും മുമ്പ് വിനീതനാവുക, പാപം ചെയ്തു പോകും മുമ്പ് പിന്തിരിയുക. പ്രിയ സഹോദരങ്ങളെ, ഈ വചനം എല്ലാവരും ഒന്ന് വായിച്ച് ഒന്ന് ഈശോയോട് പ്രാർത്ഥിച്ച് ഇതിനെ ഗ്രഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഈ വചനം വായിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മൾ നടത്തേണ്ട ദൈവ വഴി നമുക്ക് തുറന്നു തരും. ഈശോനാഥ, ഈ സമയം പരീക്ഷ എഴുതിയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവെ, SSLC പരീക്ഷ കഴിഞ്ഞ് അടുത്ത് +1 അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ കുഞ്ഞു മക്കളെയും അവിടുത്തെ തൃപ്പാദ പീഠത്തിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അവർക്ക് നല്ല അഡ്മിഷൻ ലഭിക്കുവാനും അവരാഗ്രഹിക്കുന്ന സ്കൂളുകളിൽ പഠിക്കുവാനുമുള്ള കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഓരോ മക്കളെയും ദൈവകൃപയിൽ പൊതിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, +1 പരീക്ഷ, +2 പരീക്ഷ എഴുതിയിരിക്കുന്ന മക്കളെ അവിടുത്തെ പാദസന്നിധിയിൽ സമർപ്പിക്കുന്നു. ആ കുഞ്ഞുങ്ങളുടെ പരീക്ഷ വേളകളിൽ എൻ്റെ കർത്താവ് സഹായിച്ച് അനുഗ്രഹിച്ചതുപോലെ കുഞ്ഞുങ്ങളുടെ അടുത്ത വഴികൾ അവിടുന്ന് തന്നെ തുറന്നു കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളെയും ദൈവകൃപയിൽ വളർത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നേരായ മാർഗത്തിലൂടെ അവരെ നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോപ്പ, ഈ സമയം പലവിധ രോഗത്താൽ ഭാരപ്പെട്ട് കഴിയുന്ന ഓരോ മക്കളെയും അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഏഞ്ചൽ മേരി എന്ന കുഞ്ഞുമകളെയും സമർപ്പിക്കുന്നു. ഈശോയുടെ അദൃശ്യമായ കരങ്ങൾ ഇവരുടെ മേൽ കൂടെ ആയിരിക്കണമേ.